ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ജാഷിക്കും ആഷിക്കുമുള്ള ചുട്ട മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത്. എൻ്റെ മാത്രം മറുപടിയല്ല, ഓരോ സാധാരണക്കാരൻ്റെ മറുപടിയും കൂടിയാണിത്. അതായത് പാവപ്പെട്ട ജനങ്ങൾ ഇവർക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കണ്ട് മടുത്തു ഇവരുടെ ഒരു കോലവും ഇവരുടെ ഒരു വീഡിയോവും ഇവരുടെ ഒരു വഴക്കും. എന്തൊരു നാടകങ്ങളാണ്! ഇവർ ആരാണ്? ഓക്കെ, നമുക്ക് ഇവർക്കുള്ള മറുപടി കൊടുക്കാം. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് അങ്ങനെ അതിനെ നമുക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ നമുക്ക് മറുപടി കൊടുക്കാം. ഓക്കെ, കാര്യങ്ങൾ ഇങ്ങനെ കിംബദന്തികൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കാനാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ഇപ്പൊ ആഷിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അറിയാലോ, അല്ലെങ്കിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അത് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് തന്നെയാണ്. അതിപ്പോ ആഷിയുടെ ഉമ്മ എന്നല്ല, ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിൽ ഓന്റെ ഉമ്മ പറഞ്ഞുള്ളൂ. ഒരൊറ്റ കാര്യം ആഷിയോട് പറയുകയാണ്, മോനെ, ഇതൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ നീ എടുക്കണം. അതായത് ഒരു അനിയൻ നിനക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപദേശമായി നീ എടുക്കണം. എൻ്റെ പൊന്നാരളിയ, നിനക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ്. ഈ ഇന്ത്യയിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അവകാശം നിനക്കുണ്ട്, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാലും എൻ്റെ പൊന്നു ചേട്ടാ, എന്താണ് നീ കാണിക്കുന്നത്? നിനക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലടാ ആശി. നീ ചിന്തിക്കാറില്ലടാ. നീ കഴിക്കുന്നത് ചോറാണോ മണ്ണാണോ? എന്തൊന്നടേ? അതായത് നല്ലൊരു പെണ്ണും കെട്ടി ജീവിക്കാൻ നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? ആ സത്യം ഞാൻ ചോദിക്കുകയാണ്. മറ്റൊരു പണ്ടാരുണ്ടല്ലോ, അതിനെ നീ വിട്ടേക്ക്. അവരുടെ ജീവിതം എങ്ങനെ വേണം ജീവിച്ചോട്ടെ. ആ സാധനം പറയുകയാണ്, ജാസി എന്ന് പറയുന്ന സാധനം പറയുകയാണ്, എല്ലാ ഉമ്മമാർക്കും പ്രശ്നമുണ്ടാവും, അതുപോലത്തെ പ്രശ്നമായിട്ടുണ്ടാവും ആഷിക്കും ഉള്ളതെന്ന്, ആഷിയുടെ ഉമ്മക്കും ഉള്ളതെന്ന്. എങ്ങനെ സഹിക്കും നിന്റെ കുടുംബക്കാർ ആശി? എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇതുപോലത്തെ സാധനത്തിൻ്റെ ഒപ്പമാണ് നിന്റെ പോക്കെങ്കിൽ എന്താണ്? ഒരു പക്ഷെ ഒരു പണിയെടുക്കാതെ ഈ സാധനത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇത്ര വലിയൊരു മണ്ടത്തരത്തിലേക്ക് നീ പോയത്? ഒന്ന് ചിന്തിക്കണം മിസ്റ്റർ. മറ്റൊന്നിനെ വിട്ടുകള. ഒരു നല്ല രീതിക്ക് ആണായി ജനിച്ച സാധനം പിന്നെ പെണ്ണായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അതിനെ അതിൻ്റെതായ സ്ഥാനത്ത് വിടണം. ഒരു കാര്യം കൂടി പറയുകയാണ്, ആർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അർഹതയുണ്ട്. ഇത് എൻ്റെ ചെറിയൊരു ഉപദേശം മാത്രമായി എടുക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആഷിയുടെ ഉമ്മാന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ ചെയ്യാ, പിരിയാൻ പറ്റില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്തത്? നിങ്ങൾ ആരാണ്? സത്യം പറഞ്ഞാൽ ആദില നൂറയും ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ഡിഫറൻറ്റ് ആണുള്ളത്? ആദില നൂറ പെണ്ണുമായി ജീവിക്കുന്നു, ഇത് ആണുമായി ജീവിക്കുന്നു. ഒരൊറ്റ കാര്യം പറയുകയാണ്, ഒരു ആണായി ജനിച്ച ഒരാൾ എത്ര മെഡിസിന് കഴിച്ചാലും എത്ര സർജറി നടത്തിയാലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആണ് തന്നെയാണ്. അതിപ്പോൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട്. എന്തൊരു കോലാണല്ലേ ഈ ജാസിയുടെ ഒക്കെ. ഈ ആശയോട് എനിക്ക് പറയാനുള്ളത്, മോനെ ആശിക, ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്നവരെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഒരു സൈഡായി നിർത്തണം മോനെ. നീ എൻ്റെ ഒരു നീ എൻ്റെ ഒരു ചേട്ടനാണ്. നിന്നോട് ഞാനൊരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, പൊന്നരളിയ, നിനക്ക് എന്തിൻ്റെ കേടാണ്? അതായത് പെണ്ണായി ജീവിച്ചോട്ടെ, അവരെ നമ്മൾ അവരുടെ ലോകത്ത് വിടണം. നീ അവളെ അങ്ങ് ഇപ്പം ഞാൻ അവളെ എന്ന് പറയാൻ കാരണം അതൊരു പെണ്ണായിട്ടാണല്ലോ ഇപ്പോൾ നിലവിൽ ജീവിക്കുന്നത്. ആ ജാസി എന്ന് പറയുന്ന സാധനത്തെ നീ വിടാ. സഹതാപം കാണുന്നത് അത് ആ ജാസി എന്ന് പറയുന്ന സാധനം എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ. കാരണം അത് നമ്മുടെ ഒരു ഇപ്പം നിലവിലുള്ള സൊസൈറ്റിക്ക് ഒരു ഭീഷണിയാണ്. അവൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അവർക്ക് എങ്ങനെ വേണം ജീവിക്കാം, അത് അവരവരുടെ അവകാശമാണ്. പക്ഷെ നീ എന്തിനാ അതിൽ ഇടപെടുന്ന ആശിക്ക്? നിനക്ക് വേറെ പെണ്ണില്ലേ? നല്ല ആരോഗ്യമുണ്ടല്ലോ, ഇനിയെങ്കിലും കിട്ടും. ഞാൻ സത്യം പറയുകയാണ്, നീ അതിനൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു പെണ്ണ് നോക്കി ജീവിക്കാൻ നോക്ക്. ഇത് കാണുന്ന കാഴ്ചക്കാർക്കില്ലേ ഭയങ്കരമായിട്ടൊരു എന്താണ് തോന്നുന്നത്, ഒരു വല്ലാത്തൊരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നീ വിചാരിക്കും ആ പണ്ടാരത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറും, എന്നെ കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ. നിന്നൊക്കെ ശ്രദ്ധിക്കുന്നത് വേറെ രീതിയിലാണ് മോനെ. ഇനിയെങ്കിലും നിനക്ക് അവസരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആരും പറയാത്ത ഞാൻ ഇത്ര ഓപ്പണായി പറയാൻ കാരണം.
ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ഈ ഉമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നാമത് വളരെ മോശമുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഇറക്കിയ ടാർഗറ്റ് മെയിൻ എന്തായിരുന്നു വെച്ചാല് ജാസിനെ എല്ലാരും വേറെ കണ്ണിലൂടെ കൂരൻ, അതായത് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക, അതാണ് ഒരു എന്താ ഇമേജ് ഉണ്ടല്ലോ, ഓഹോ അതൊന്ന് പറഞ്ഞു തന്നാ. ഇഷ്ടം പോലെ ഇമേജ് ഉണ്ട്. സ്വയം ചിന്തിക്കുന്നതാണ് ഞാൻ വലിയൊരു സംഭവമാണ്. അതാണ് ഇപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ എൻ്റെ ഇമേജ് തകർക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ഉണ്ടോ? അതാദ്യം സെർച്ച് ചെയ്ത് നോക്കണം. എനിക്ക് എന്തെങ്കിലും ഇമേജ് ഉണ്ടോ? ആ മറ്റേ സാധനം ഉണ്ടല്ലോ, യാഷിക് എന്ന് പറയുന്ന സാധനം, ചിരിച്ചുകൊണ്ട് പറയുകയാണ് നാണമില്ലടാ തനിക്കൊക്കെ. ഇത്ര നല്ല ആരോഗ്യമുള്ള ചെങ്ങായിന്റെ ഒരു അവസ്ഥ നോക്ക്. ക്യാപ്ഷൻ നോക്കിയാൽ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെ അപ്പൊ അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം പറ്റേ, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എൻ്റെ ജാസി. അതായത് നിങ്ങളെ കളിയാക്കുകയാണ്, ഞാൻ അങ്ങനെ പറയുകയാണ്. അതായത് നിങ്ങൾ വീഡിയോ കണ്ട് ചിലപ്പോൾ 2 കമന്റ് ഇടും, പക്ഷെ നിങ്ങളെ പുച്ഛിച്ചാണ് ആ കമന്റ് ഇടുന്നത്. ഒരാൾ പോലും ഉണ്ടാവില്ല നിങ്ങളെ സ്നേഹിക്കുന്നവര്. അന്നം കഴിക്കുന്ന ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂലെന്നേ. നിങ്ങൾ വിചാരമാണ് ഞങ്ങൾക്ക് വലിയൊരു ഇമേജ് ഉണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ്. നിങ്ങളൊക്കെ ഈ സൊസൈറ്റി കാണുന്നത് വേറെ രീതിയിലാണ്, അത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോഴത്തെ ലേസർ പോയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ അപ്പൊ അത്രയും വേദന എടുക്കുന്ന ലേസർ അടക്കം ഞാൻ ചെയ്യുന്നത് എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ശരീരം കീറി മുറിക്കുന്നത് എനിക്ക് പേടിയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ എന്താണല്ലേ, വലിയൊരു കോമഡിയാണ്. പറയുകയാണ് ശരീരം മുറിക്കുന്നത് എനിക്ക് പേടിയാണ്, അതിനുശേഷം മുറിക്കുകയും ചെയ്തു ഈ പണ്ടാരം. ഇത് ഇവരൊക്കെ ഭീഷണിയാണ്. നാളുകളിൽ നിങ്ങൾ നോക്കൂ, നമുക്ക് ജനിക്കുന്ന കുട്ടികൾ ആണായി ജനിച്ചു കഴിഞ്ഞാൽ പെണ്ണാവാൻ പോയാൽ എന്താവും, പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ആണാവാൻ പോയാൽ എന്താവും. ഇപ്പോൾ സൊസൈറ്റിയുടെ പോക്ക് എന്ന് പറയുന്നത് വല്ലാത്ത പോക്കാണ്. ആണുമായി ജീവിക്കുന്നു, പെണ്ണുമായി ജീവിക്കുന്നു. ഇതിന് കൈ കൊടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ അദ്ദേഹം നിരോധിക്കുകയാണ് അമേരിക്കയിൽ. ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്. ഈ വൃത്തികേട് കണ്ടിട്ട് നമ്മളെ നാട്ടിൽ നാളുകളിൽ ജനിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. കാര്യങ്ങൾ ചെയ്യണല്ലോ, അപ്പൊ അതിനും കൂട്ടാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആഷിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം? ഈ ആഷിഖ് എന്ന് പറയുന്നവന്റെ കർണത്തേക്ക് 2 കൊടുക്കാത്തതിന്റെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കൈച്ചൂടുള്ള ആണുങ്ങൾ അവൻ്റെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത്. അവരിഷ്ടമാണ്, വീണ്ടും ഞാൻ പറയുകയാണ്, ആർക്ക് ആരുടെ ഒപ്പമാണെങ്കിൽ ജീവിക്കാം. പക്ഷെ ഇത് നമുക്ക് കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. ഇതിനേക്കാൾ നല്ലത് ചാവുന്നതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്താണല്ലേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ജാസിയുടെ കൂടെയൊക്കെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ. അതൊരു ഫാമിലി ആയിട്ട് എത്ര കാലം ജീവിക്കും എൻ്റെ ആളിയാ നീ? നിനക്കൊരു കുട്ടിയാവോ? ഇല്ല. എന്തിൻ്റെ കേടാണ് നിനക്കൊക്കെ? നല്ല അവനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ബിസിനസ്സും കാര്യങ്ങളും അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു ടീമാണെന്നാണ് ഈ ചങ്ങായിനെ കാണുമ്പോൾ തോന്നുന്നത്. ജീവിച്ചൂടെടാ, എല്ലാം വീട്, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റലുണ്ട്. എല്ലാം ഒക്കെ ഒഴിവാക്കി അതായത് ജാസി എന്ന് ചിന്തിക്കേ വേണ്ട. അവളുടെ ഇപ്പം നിലവിൽ അതൊരു പെണ്ണായതുകൊണ്ട് ഞാൻ അവളെന്ന് വിളിക്കുകയാണ്. അതിന് നീയൊക്കെ കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മളാരും അത്തരത്തിൽ ജീവിക്കുന്നവരെ മൈൻഡ് ചെയ്യാൻ പാടില്ല. നിന്നെ കാണുമ്പോൾ എനിക്കിപ്പോൾ വെറുപ്പാണെന്ന് തോന്നുന്നത് ആശി. ഇനിയെങ്കിലും സമയമുണ്ട് പൊന്നെ, വാ, തിരിച്ചു വാ. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. ആശിന്റെ ഉമ്മനെ കാണണമെങ്കിൽ ആശി പോയി കാണും. എന്തിനാ ഞാൻ പിടിച്ചേക്കേണ്ട ആവശ്യമുള്ളത്? എനിക്ക് ഞാൻ ഇത് ചെറിയ കുട്ടിയാണ് ആശി പിടിച്ചേക്കാനായിട്ട്. ആശിയുടെ ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നില്ല. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ ആ വോയിസ് ക്ലിപ്പ്. ഏതൊരു ഉമ്മയെങ്കിലും സഹിക്കോ നിങ്ങൾ പറയും? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ മതപരമായ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഹിന്ദുവായി ജനിച്ചവർ മുസ്ലിമിൻ്റെ കൂടെ, മുസ്ലിമായി ജനിച്ചവർ ഹിന്ദുവിൻ്റെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയെങ്കിലും സമാധാനിക്കാം. അതായത് മനുഷ്യൻ്റെ കൂടെയാണല്ലോ പോയതെന്ന് പറഞ്ഞ്. ഇവിടെ ഇതിങ്ങനെയാണോ? എങ്ങനെ സഹിക്കും ആശിയുടെ കുടുംബം നിന്നെ? ജാസിയുടെ കുടുംബത്തിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം അവർ ആ സാധനത്തിനെ വിട്ടതാണ്. എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ടോ? ആശി, നീ ജാസിയെ പോലെ അല്ല, നീ നല്ലൊരു ആണാണ്.
നീ ഇതിപ്പോൾ എപ്പോൾ പഠിക്കും എൻ്റെ പൊന്നരളിയാ? ഇനിയെങ്കിലും പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. അത് ഇപ്പൊ ഞാനാണെങ്കിൽ കേൾക്കുവോ? എന്റെ ഉമ്മനെ കാണാൻ ഞാൻ പോയി കേൾക്കുവോ? ഞാൻ ആശിനെ മാറ്റിട്ട് ഞാൻ പോയി കാണൂല. അത് എന്റെ ഉമ്മയല്ലേ, പെറ്റുമ്മ എന്ന് പറയുമ്പോ ഓഹോ, എന്തൊരു സോപ്പടിയാണ് ഈ ജാസി എന്ന് പറയുന്ന സാധനം. അതിനുറപ്പുണ്ട് എങ്ങനെയെങ്കിലും ആശിയെ കൂടെ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണിത്. ആശിപ്പെട്ടതാണ്, എനിക്ക് 100% ഉറപ്പാണ്. ആശിപ്പെട്ടതാണ് ഈ പരിപാടിയിൽ ആശിപ്പെട്ടതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണിയും ഉണ്ടാവും. അങ്ങനൊന്നും തല്ലി തോൽപ്പിച്ചൊന്നും വരാൻ പറ്റില്ലെന്നേ, മറ്റൊന്നും ആണല്ലേ. ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് ഇതും രണ്ടും ആണുമല്ലേ. എന്തില്ലെങ്കിലും ജാസി എന്ന് പറയുന്ന സാധനത്തിന് ആണിൻ്റെ പവറല്ലേ ഉള്ളത്, പെണ്ണ് എന്ന് പറയുന്നുണ്ടെങ്കിലും. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. അത് ഇറക്കിയ ആൾക്ക് സത്യം പറഞ്ഞാൽ ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരുമില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആഷിയുടെ ഉമ്മ ഇവന്റെ ഉമ്മയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ, എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ആഷിയുടെ ഉമ്മയാണ്. ഓഹോഹോ, ഇപ്പോ സോപ്പിടുകയാണ് ആഷിയുടെ ഉമ്മയെ കുറിച്ച്. ആഷിയുടെ ഉമ്മ ആ ഒരു വോയിസ് ഇട്ടതിൽ ഇവർക്ക് വല്ലാതെ ഫീൽ ആയിട്ടുണ്ട്. ഇവർ സോപ്പിടുകയാണ്, അതൊരു പ്രശ്നവുമില്ല. ഇനിയെങ്കിലും ഈ ജാസി എന്ന് പറയുന്ന സാധനത്തിനെ ആഷിയുടെ ഉമ്മ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സോപ്പിടുകയാണ്. എന്താണ്, ഒരു കാലത്തും നിങ്ങളെ ആ ഉമ്മ ഒരു കാലത്തും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യൂല ജാസി. കാരണം ഒരു പെറ്റുമ്മക്ക് ഒരിക്കലും ഒരു മക്കളെ ഇങ്ങനെയായി കാണാൻ പറ്റൂല. നിന്റെ കൂടെയൊക്കെ ജീവിക്കാൻ ആക്സെപ്റ്റ് ചെയ്താൽ ആ ഉമ്മയുടെ ഒരു അവസ്ഥ, ആശി നിന്നിൽ ഒഴിയും, അതുറപ്പാണ്. 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ അവൻ ഒഴിയും, നീ അത് ചെയ്യും. പക്ഷേ ഇനി അത്ര പെട്ടെന്ന് ഒഴിയണമെന്ന് പറഞ്ഞാണ് ഞാനൊക്കെ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. എനിക്കും കുറെ വോയിസ് അതേപോലെ ഇറക്കാൻ പറ്റുമോ എന്റെ മനസ്സ്? അത് ഒരു ആ ഉമ്മാക്ക് പോലും അറിയാതെ ഇവര് യൂട്യൂബിൽ കൊണ്ടുപോയിടും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൊണ്ടുപോയിടും, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മ അങ്ങനെ പറയോ? ആശി പറയുകയാണ് ആഷിയുടെ ഉമ്മക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അത് യൂട്യൂബിൽ വരും, ഇൻസ്റ്റയിൽ വരും. അങ്ങനെ വെറുതെ ഇട്ട ഒരു വോയിസ് ആയിരുന്നു, അത് എവിടെയും ലീക്ക് ആവില്ല എന്ന് വിചാരിച്ചിട്ട വോയിസ് ആയിരുന്നു എന്നാണ്. നാടകം എന്ന് പറഞ്ഞാൽ പക്കാ നാടകമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ആഷിയോട് പറയാനുള്ളത്, മോനെ നിനക്ക് നല്ല ലൈഫ് ഉണ്ട്, ആ പണ്ടാരത്തെ വിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ നല്ല ലൈഫിൽ നീ സെലക്ട് ചെയ്യണം, നല്ലൊരു പെണ്ണും കെട്ടി ജീവിക്കണമെന്ന് ഞാൻ പറയുകയാണ്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രമാണ് പറയുന്നത്, ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് പറയുന്നത്. മറ്റേ സാധനത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉപദേശിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ജാസിയോട്. കാരണം ഈ ഒരു ഐറ്റം പെണ്ണാണോ ആണാണോ നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു ഐറ്റമാണ് നിലവിലുള്ളത്. അതിന് ആണായി തിരിച്ചു പോകാൻ ഇനി പറ്റൂല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ട് ആ സാധനത്തെ ഞാൻ വിടുകയാണ്. ആശയോട് പറയുകയാണ്, അത്തരത്തിലുള്ളവരെ നമ്മൾ വിടണം. നീ ഞങ്ങളായി നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.